അവിലൊന്നും വായി വെക്കാൻ കൊള്ളത്തില്ലല്ലോ. തന്റെ വേറെ എവിടെയും കൊണ്ട് വെക്ക്. ഇവനെ കാര്യം പണിയിപ്പിച്ചേ. പായസം ചേട്ടാ, പായസം ഗ്ലാസ് വെച്ചാൽ മതി. ഇവിടെ പായസം. പ്രസണ്ടേ എന്ത് പഴവാ? ആലിപ്പഴവാ? പോലല്ലേ? ആണോ? പായസത്തിന് നല്ല ടേസ്റ്റ് അല്ലേ? അതെ അതെ അതെ, നല്ല പായസം. പ്രാവശ്യം കുടിക്കുന്നില്ലേ? കുടിക്കുന്നുണ്ടല്ലോ. പഴമൊക്കെ ഇടയ്ക്ക് കുടി. ഈ ഗ്ലാസ് കുടിക്കാൻ ഇഷ്ടം. പ്രസണ്ടേ എല്ലാരും സദ്യ കഴിച്ചൊന്ന് ഉറപ്പ് തരണം കേട്ടോ. ഇതിന് ഓണക്കളിയൊക്കെ ഇല്ലേ? പിന്നെ ഓണക്കളിയൊക്കെ ഉണ്ട്. സുന്ദരിക്കൊരു പൊട്ടുവത്ത്. പിന്നെന്താ, പിന്നെ ചോറ് മാത്രം കഴിച്ച് വയറ് നടക്കല്ലേ, പായസം കൂടെ കഴിക്ക്. കുറച്ച് പായസം സദ്യ കഴിച്ചില്ലേ? ഇല്ല, വയറിന് വല്ല സുഖമില്ല. അതുകൊണ്ട് പായസം മാത്രം കുടിച്ചു. പായസം കുടിച്ചോ? അത് മതി, എല്ലാ അസുഖം മാറിക്കോളും. അതെ, കൂടെ വന്നൊരു പുലിയെ കാണുന്നില്ല. ഉണ്ണിപ്പുലിയെ കാണുന്നില്ല. ഞാൻ എല്ലായിടത്തും നോക്കി. ഒരു മണിക്കൂറുള്ളിൽ എല്ലാം തലയും കുത്തി പാടെടുക്കും. ആ സമയത്ത് ഇവിടെ കണ്ടോണം കേട്ടല്ലോ. നിങ്ങളായിരുന്നു എന്തേ? ഞങ്ങളെല്ലാം കേട്ടു. എന്ത് അരമണിക്കൂറോളല്ലേ? എന്തിന്? ഓണക്കോടി വിതരണത്തിന്. ഓ, ഓണക്കോടി അത്ര ഉള്ളായിരുന്നോ? കൂടിപ്പോ ഒരു 35 മിനിറ്റ് എല്ലാവർക്കും കിട്ടും. തരാം. നമ്മളും തരുന്നുണ്ടോ? എന്ത് ഓണക്കോടി നിന്റെ മാല കണ്ടുപിടിച്ചിട്ടേ. അയ്യോ, അതൊന്നും കുഴപ്പമില്ല. പ്രിയ കലാകായിക പ്രേമികളെ, അടുത്തതായി അതിവാശിയേറിയ സുന്ദരിക്ക് പൊട്ടൂരിൽ മത്സരം ആരംഭിക്കുകയാണ്. ആദ്യമായി മത്സരിക്കാൻ എത്തുന്നു ശ്രീ പ്രസന്നം പ്രകാശൻ. അല്ല, ഞാനിത് ഏത് സുന്ദരിക്കാ പൊട്ടോണ്ടേ? സുന്ദരി. ആ സുന്ദരി കേട്ടോ. ഇതാരാ? അറിയില്ല. പുലിയല്ലേ? പുലിയാണോ പൂച്ചയാണോ നടത്ത കളി മനസ്സിലായിക്കോളും. എന്ത് കളി? ഓണപ്പല്ല്. എന്നാ പിന്നെ ഗേറ്റ് അടക്കാനല്ലേ പ്രകാശ? പോലീസ് വിളിച്ചിട്ട് എല്ലാത്തിനും ഇപ്പൊ കൊണ്ടുപോകും. പ്രകാശിനെ അറിയത്തില്ല. പ്രകാശാതെ ചുമ്മാ കളിക്കല്ലേ. നമ്മി തോക്കൊണ്ട് ഞങ്ങൾ വെടിവെച്ച് കൊല്ലാനുള്ള പ്ലാനാണോ? അല്ല.